അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ 7ാമത്തെ ദിവസമാണിത്, ഡിസംബർ 31. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴി പറമ്പിൽ ആടിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആടിനെയൊക്കെ തീറ്റ കൊടുത്ത് കളിപ്പിച്ച് അങ്ങനെ നമ്മൾ നടന്നു പോകാൻ കേട്ടോ. നമ്മളെ കൊണ്ടുവന്ന് ഇക്കാടെ വീട്ടിൽ ചായ കുടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നും രാവിലെ നമ്മൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നും രാവിലെ ഉച്ചക്ക് രാത്രിയൊക്കെ ഫുഡ് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മളവിടെ പോയി കഴിക്കാൻ പോവാണ്. അപ്പോൾ പോണ വഴി ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. എന്നാലും ഒരു വീട്ടിലും മതിൽ കെട്ടുകളില്ല, നല്ല പ്ലേ ഗ്രൗണ്ട് പോലെ വിശാലമായിട്ട് കിടക്കാണ്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ ഓടിക്കളിക്കാം, സൈക്കിൾ ഓട്ടുക. ഒരു മതിൽക്കെട്ടില്ല, ഇങ്ങനെ തുറന്ന സ്ഥലം പോലെയാണ് കേട്ടോ കിടക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഓരോ വീട്ടുകാരുടെ സ്ഥലമാണ് കേട്ടോ, പക്ഷെ ഇതാരും വേർതിരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്കാടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിട്ടോ. അതെല്ലാം ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ പുറത്ത് കുറേ നേരം എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ ഫാമിലിയൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. നല്ല രസമുള്ള വീടിന് പുറത്ത് ഇതേപോലെ കാഴ്ചയൊക്കെ ഉണ്ട്, കസേരയൊക്കെ ഇട്ടിരിക്കാനായിട്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് കേട്ടോ തോന്നിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 11 മണിയായപ്പോൾ കടലിറങ്ങിപ്പോയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ കടൽ ഒരുപാട് ദൂരെയാണ് കിടക്കുന്നത്. ഇവിടം വരെ കടലുണ്ടായിട്ടോ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം കടലിറങ്ങിപ്പോയതാണ്. കടലിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഇത്. നിറച്ചും കല്ലുകളാണ്, പാറക്കല്ലുകളാണ് കടലിൻ്റെ അടിയിൽ. അപ്പോൾ പോണ വഴി കുറച്ച് വെള്ളമുള്ളിടത്തിലൊക്കെ നമുക്ക് പല കളറിലുള്ള മീനിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് ചെരുപ്പിട്ട് വേണം കേട്ടോ നടക്കാനായിട്ട്, അല്ലെങ്കിൽ കാലിൽ കല്ലൊക്കെ കുത്തിക്കൊള്ളൂ. അപ്പോൾ ഞങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് കടലിറങ്ങിയ സ്ഥലത്തെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഇവിടെ നല്ല തിരമാലയായിരിക്കും. ഒരു ഉച്ചയായപ്പോൾ കടലൊക്കെ ഇറങ്ങിപ്പോയേക്കണതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊന്നും എങ്ങും കണ്ടിട്ടില്ല, കടലിറങ്ങിപ്പോയ സ്ഥലത്തെ കൂടെയൊന്നും. ഇതിനൊക്കെ നടന്നു പോകുന്നത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വലിയ മീനുകളൊക്കെ കാണും. കടലൊക്കെ ഒരുപാട് ദൂരോട്ട് ഇറങ്ങിപ്പോയി. തിരയൊക്കെ അറ്റത്തേക്കാണ് കേട്ടോ, ഇങ്ങോട്ടൊന്നും തിരയില്ല. അറ്റത്തൊക്കെ കടലിൻ്റെ തിര അടിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. ഇതെല്ലാം കടലിറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ആടി വെള്ളത്തിൽ കൂടെ ചെരുപ്പൊക്കെ ഇട്ട് നടന്നവരാണ്. ഇവിടുത്തെ കടലാണ് കേട്ടോ നല്ല സൗന്ദര്യം. വാവ്, അപ്പോൾ നമ്മൾ കടലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം വൈകുന്നേരം കുളിച്ച് ഫ്രഷായി നമ്മൾ പരിചയമുള്ള എല്ലാവരൊക്കെ വീട്ടിലൊക്കെ പോയി ഉച്ചക്കാലത്ത് ഊണും വൈകുന്നേരം ചായ കുടിച്ച് എല്ലാവരൊക്കെ ആയിട്ട് യാത്ര പറഞ്ഞ് അങ്ങനെ പുറത്ത് വർത്താനം പറഞ്ഞിരിക്കാനാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അന്ന് രാത്രി ന്യൂ ഇയർ പരിപാടി ഉണ്ടായി കടമത്ത്. അപ്പോൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ പോയി. നമ്മുടെ ഇവിടുത്തെ കൂട്ട് ഭയങ്കര ആട്ടവും പാട്ടും ഡാൻസൊന്നുമില്ല കേട്ടോ. സമാധാനപരമായിട്ടുള്ള ന്യൂ ഇയർ ആഘോഷമായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് തെളിച്ച് കൊണ്ടുള്ളൊരു ആഘോഷം മാത്രം ഉണ്ടായുള്ളൂ കേട്ടോ. സമാധാനമായ രീതിയിലുള്ള ന്യൂ ഇയർ സെലിബ്രേഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് 1-ാം തീയതി ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ കയറിയിട്ടോ.
അങ്ങനെ ലക്ഷദ്വീപിൽ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് ഒരാഴ്ച അടിച്ച് പൊളിച്ചതിന് ശേഷം അപ്പം ഞങ്ങൾ തിരിച്ച് കപ്പൽ കയറാൻ പോരാണ്. അപ്പം നമ്മൾ വന്ന കപ്പൽ തന്നെയാണ് കേട്ടോ തിരിച്ച് പോണത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയപ്പോൾ നല്ല വലിയ ബോട്ടിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ബോട്ടൊക്കെ നല്ല ഓളം തട്ടണ കാരണം ബോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുലുങ്ങണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന കപ്പലിൽ തന്നെ തിരിച്ചു പോണത്. അപ്പോൾ ചരക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചരക്ക് കൊണ്ടുപോകണ ഒരു ജങ്കാറ് പോലത്തെ ഒരു ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള ചരക്കൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നത് കൊണ്ടുപോകുന്നതാണ്. പിന്നെ കൊച്ചിയിലേക്ക് വന്ന യാത്രക്കാരൊക്കെ ബോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടലിൽ വെച്ച് തന്നെയാണ് കപ്പലിലേക്ക് കയറുന്നത്. അതൊക്കെ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ബോട്ടുണ്ടാവും. ആദ്യം പിന്നെ ബോട്ടിലുള്ളവർ ആദ്യം കയറും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകെ കയറാൻ പോവാണ്. അപ്പോൾ ഇത് ലക്ഷദ്വീപിലേക്കുള്ള ചരക്കുകളാണ്. ഇതെല്ലാം നമ്മുടെ കൊച്ചിയിൽ നിന്ന് കയറിപ്പോകുന്ന ചരക്കുകളാണ് കേട്ടോ. പലചരക്ക് സാധനങ്ങളും പിന്നെ പല ചരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടരിത്തേക്കോടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ വലിയ ബോട്ടാണ്. നമുക്ക് കപ്പലിലേക്കൊക്കെ വേഗം കയറാൻ പറ്റി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ചെറിയ ബോട്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാനൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേഗം പെട്ടെന്ന് നമ്മൾ ചവിട്ടിയിട്ട് കപ്പലിലേക്ക് കയറാം. അപ്പോൾ നമ്മളങ്ങനെ രാത്രി വീണ്ടും കപ്പലിൻ്റെ മുകളിലൊക്കെ വന്ന് സമയമൊക്കെ ചിലവഴിച്ച് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ അതിമനോഹരമായ ലക്ഷദ്വീപ് യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരാണ്.